സംശയമില്ല. The scripture I wanted to refer to you today is found in Acts of the Apostles. നമുക്കെടുക്കാം പ്രവൃത്തികളുടെ പുസ്തകം, അതിൻ്റെ 11-ാമത്തെ അധ്യായം. ധാരാളം വാക്യങ്ങൾ വായിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I just wanted to be quick and short and sweet if I can. Acts chapter 11 verses number 19, അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അടുത്ത വായിച്ചാട്ടെ. വലിയൊരു കൂട്ടം എന്ത് ചെയ്തു? വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അടുത്ത വാക്യം ചേർന്ന് വായിച്ചാട്ടെ. അവൻ നല്ല മനുഷ്യനും ശുദ്ധാത്മാവിനാലും ശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തരുവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ദൈവം ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. Can I put this Bible somewhere? അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് the influencing Christian and the influencing church. A church with an influence and a Christian with an influence is the need of the hour. സ്വാധീനിക്കുന്ന ഒരു സഭ, സ്വാധീനം നൽകുന്ന ഒരു വിശ്വാസി. നിങ്ങളെയൊക്കെ വാസ്തവത്തിൽ പലരും സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? ആരെങ്കിലും സ്വാധീനിച്ചവരെ ഓർക്കുന്നുണ്ടോ? നിങ്ങളെ സ്വാധീനിച്ച ആരുടെയെങ്കിലും പേര് ഓർക്കുന്ന? പേര് പറയണ്ട, കൈ നിർത്തിക്കുക. നിങ്ങളെ സ്വാധീനിച്ച ഒരു അമ്മ കാണും, ഒരു അപ്പൻ കാണും, ഒരു പാസ്റ്റർ കാണും, ഒരു നെയ്ബർ കാണും, ഒരു സ്കൂൾ ടീച്ചർ, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ്, അല്ലെങ്കിൽ ഒരു കോളേജ് ടീച്ചർ. സംബഡി ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യു സം ടൈം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരോ ഏതോ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്വാധീനം നൽകി. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ UK വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പഠനത്തിലായിരിക്കാം, നിങ്ങളുടെ ജീവിതചര്യകളിലായിരിക്കാം, in your growth, in your development, in your education, whatever spheres of life, somebody has put an input in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഏതോ ചില വ്യക്തികളുണ്ട്. Thank God for the influences we had in our lives. നമ്മളെ സ്വാധീനിച്ച ആ പോസിറ്റീവ് സ്വാധീനത്തിനായി, ആ പോസിറ്റീവ് ഇഫക്റ്റിനായിട്ട്, ആ ഇൻഫ്ലുവൻസിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാൻസ് പാസ്റ്റർ പറഞ്ഞല്ലോ 50 വർഷമായി കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിനി എൻ്റെ ഏജ് കണ്ടുപിടിച്ചു വേണം കേട്ടോ. ഇങ്ങനെ 50 വർഷമായി മനുഷ്യൻ ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ ഇയാൾക്ക് എത്ര വയസ്സ് കാണും? You will find out when we get to London. Somebody called me, asked Pastor Hans, how old was that old man? And then you'll find out. But throughout your life, the influence is always there. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. But I want to focus on an influence of the church that influence the community. സ്വാധീനിക്കുന്ന ഒരു സഭ നമുക്കുണ്ടായിരിക്കണം. ഞാനും വൈഫും തിരിച്ചു പോകുമ്പോൾ കൂടുതൽ സംസാരിക്കുന്ന സഭയെക്കുറിച്ചായിരിക്കും കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പല്ല, ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. നിങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു. സ്തോത്രം. പാസ്റ്റർ ഹാൻസെ വല്ലപ്പോഴൊക്കെ ഇതിലെ അങ്ങ് പോകുമ്പോൾ വന്നോട്ടെ ഒന്ന്. ഞങ്ങൾക്ക് നല്ലൊരു സ്വാധീനമുണ്ടായി. എനിക്ക് ഇത്രയും വയസ്സായിട്ട് അവിടെ ഒന്ന് ജമ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്ത് വിചാരിക്കും വിചാരിച്ച് ഞാൻ ചാടാഞ്ഞത് കേട്ടോ. അതുപോലൊരു ആത്മപ്രേരിതമായ ഒരു അനുഭവം ഈ സഭയിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കരം അടിച്ചിട്ട്, കർത്താവിന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം അതാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. God has influenced you. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. When I look at the influence, I always tell our church sometimes, നിങ്ങളുടെ
നിങ്ങളുടെ സ്വാധീനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ ബേണേജ് കമ്മ്യൂണിറ്റിയിലോ ഇതിന് ചുറ്റുപാടൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. നിങ്ങൾ നാളെ വീട് വിറ്റ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയെന്നിരിക്കട്ടെ, നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? If you happen to sell your house and move away to Liverpool or some other place, for whatever reasons, what would your neighbors speak about you? നിങ്ങളുടെ നെയ്ബേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്ത് പറയും? അവർ പറയുമോ, കർത്താവേ പോയി കിട്ടിയല്ലോ ശല്യങ്ങൾ, ആ മനുഷ്യനാണ് എപ്പോഴും ഇങ്ങനായിരുന്നു, ആ സ്ത്രീയെ പിന്നെ കാണുക വേണ്ട, ആ പിള്ളേരുണ്ടല്ലോ അതെല്ലാം പാലയ്ക്കാ വിരിഞ്ഞ പോലെ അങ്ങനെ എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുമോ? അതോ നിങ്ങളുടെ നെയ്ബേഴ്സ് പറയുമോ, what a lovely family they were, that kids were so wonderful, that husband, he was a gentleman, that wife, she was a precious woman എന്ന് നിങ്ങളെക്കുറിച്ച് പറയുമോ? നിങ്ങളിപ്പോൾ ചിന്തിച്ചോണം, നിങ്ങളുടെ നെയ്ബേഴ്സിനെ നിങ്ങൾ സ്വാധീനിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. Amen. Praise the Lord. As you're sitting in the church, you are actually influencing somebody within the church. ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ ചിലരെ നിങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിൽ നമ്മൾ പോകുന്നത് വരെ നമുക്ക് സ്വാധീനം ആവശ്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും വേണം. See, God has put you here in Manchester, not just to have a happy clappy time within the building, but to influence somebody outside there. ഇതിനകത്തുള്ളതായ നമ്മുടെ ആത്മീയ ആരാധനകളും നമ്മുടെ ശബ്ദങ്ങളൊക്കെ നല്ലതാണെങ്കിൽ തന്നെയും അതിനപ്പുറമായി ബേർണേജിലുള്ള MPC മാഞ്ചസ്റ്റർ പെന്റക്കോസ്റ്റൽ ചർച്ചിനെ ഇവിടെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ചില ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാം. ഒരു സ്വാധീനിക്കുന്ന സഭയുടെ ചില പ്രത്യേകതകൾ. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ നിങ്ങൾ എടുക്കണ്ട, വായിക്കുകയും വേണ്ട, സമയമില്ലാത്തതുകൊണ്ട്. I refer that as a Pentecostal pattern or an apostolic pattern for the church. ഈ നൂറ്റാണ്ടിൽ ഒരു സ്വാധീനിക്കുന്ന സഭ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കണമെങ്കിൽ ഈ വാക്യങ്ങൾ പഠിച്ചാൽ മതി. The first thing about influencing your community is you must be a praying person, a praying church. പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരിക്കണം. എനിക്കറിയാം നിങ്ങളുടെ ചർച്ചിൽ ധാരാളം പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. കോവിഡ് സമയത്തൊക്കെ ഓൺലൈൻ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും നല്ല പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു സഭയെക്കുറിച്ചാണ് നമ്മൾ ആക്ട്സ് 3:1 വായിക്കുന്നത്. അവർ ഈ പത്രോസും യോഹന്നാനും 9 മണി നേരത്തേക്ക് അവർ ആലയത്തിലേക്ക് പോയ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനെന്നറിയാമോ? പ്രാർത്ഥനയ്ക്കായിട്ടാണ് പോയതല്ലേ. They went into the temple to pray. പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അധികം ദിവസങ്ങൾ കഴിഞ്ഞില്ല, ഒരു 10 ദിവസത്തോളം അവരെവിടെയായിരുന്നു? മാളിക മുറിയിൽ പ്രാർത്ഥനയായിരുന്നു അല്ലേ. അപ്പോൾ പെന്തക്കോസ്തുകാരായ നമ്മൾ പറഞ്ഞ ഭാഷയെ 10 ദിവസം പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, വെള്ളം പോലും കുടിക്കാതെ പ്രാർത്ഥിച്ചു, ഇനി ഒരല്പം ബ്രേക്ക് വേണ്ടെന്ന് പറഞ്ഞേനെ. But these people, they were still going on for prayer. Pray without ceasing. If you want to influence the community around you, if you want to influence the person next door to you, you must be a praying person. പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. What is prayer actually? പ്രാർത്ഥനയെക്കുറിച്ച് അനേക നിർവചനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിർവചനം, what is hurting the heart of God must hurt your heart as well. ദൈവ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ ബേർണേജിലുള്ളതായ MPC മെമ്പേഴ്സിനെയും മുറിപ്പെടുത്തണം. ഇന്ന് കർത്താവ് മാഞ്ചസ്റ്റർ നോക്കുമ്പോൾ എന്ത് കണ്ടാണ് തൻ്റെ ഹൃദയം വേദനിക്കുന്നത്? ആ വേദന ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ദേശത്ത് വ്യത്യാസം വരുത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത ബിൽഡിംഗ് മേടിക്കാൻ നിങ്ങൾ ശ്രമിച്ചോണം കേട്ടോ. ഇതൊന്നും പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഈ സഭയുടെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സം ഈ ബിൽഡിംഗ് ആണ്. ക്ഷമിക്കണം പറയുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ 2-3 ഇരട്ടിയെങ്കിലും ഉള്ള ബിൽഡിംഗ് നിങ്ങൾ ഇപ്പോഴേ നോക്കണം. ഹല്ലേലൂയ. അത് നോക്കണം. കാരണം നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ചില വ്യക്തികൾ വന്നാൽ ഇരിക്കാൻ കസേരയില്ല കേട്ടോ. എന്നെ അവിടെ ഇരുത്താൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ വന്നതാണ്. അപ്പോൾ ദേവാസം വന്നവർ ഭാഷ അവിടെ ഇരുന്നാട്ടെന്ന് പറഞ്ഞു. See, when
I learned the church growth so many times. എൻ്റെ മാസ്റ്റേഴ്സിലും ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ചർച്ച് ഗ്രോത്തിൻ്റെ പാറ്റേൺസ് ആയിരുന്നു. അതിലൊന്ന്, ആളുകൾ വരുമ്പോൾ സ്ഥലമില്ലെങ്കിൽ നമ്മളിനി ഇവിടെ വരണ്ടെന്ന് പറയും. ഓർത്തോണം. If there are no room for people to be comfortably seated, they said, let's look for another church. പക്ഷേ വിടരുത്. ആര് വന്നാലും ഇവിടെ തന്നെ ആയിരിക്കണം. അപ്പോൾ when you're praying in your home, praying in the church, if you're a praying person, if you're a praying church, expect greater explosive growth in the days to come. അടുത്ത നാളുകളിൽ ഒരു വലിയ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് സ്വാധീനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത് ഫലിക്കും. Why prayer? What flesh and blood cannot do, prayer can do. ജഡത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, മനുഷ്യ ശക്തികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അത് ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥന ആയിരുന്നാലും, ആഴ്ചയിൽ 2 ദിവസം പ്രാർത്ഥന ആയിരുന്നാലും, ഉപവസിച്ചുള്ള പ്രാർത്ഥന ആയിരുന്നാലും, അല്ലാത്ത പ്രാർത്ഥന ആയിരുന്നാലും പ്രാർത്ഥിച്ചിരിക്കണം. Because communication with God is so important in influencing the community, influencing other people for the name of Jesus. യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഇന്നാരെയൊക്കെ അവിടെ തുടരണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സൗത്ത് ടൗണിൽ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അക്രൈസ്തവരെ കാണുമ്പോൾ അവരെ കൈ ചൂണ്ടി പറയത്തില്ല, കർത്താവേ ഈ പോകുന്ന മനുഷ്യനെ അങ്ങ് സന്ദർശിക്കണമേ. പ്രത്യേകിച്ച് നോൺ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിങ്ങൾ, സിഖുകാർ കടന്നു പോകുമ്പോൾ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ മനുഷ്യനെ രക്ഷിക്കണമേ, ഈ മനുഷ്യനെ കർത്താവെ തുടരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ ജോലികൾ ചെയ്യുന്ന ദൈവദാസിദാസന്മാരതിനകത്തുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉറച്ചൊന്നും അന്യഭാഷകളൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവിടെ കേട്ടോ. അവിടെ നിങ്ങളുടെ ഉള്ളിൽ, കർത്താവെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ നേഴ്സിനെ, ഈ ഡോക്ടറെ ഒന്ന് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആ വിസ്പർ പ്രെയർ ഗോഡ് വിൽ ആൻസർ. അവർ നിങ്ങളുടെ ചർച്ച വരുമ്പോൾ നിങ്ങൾ സർപ്രൈസ് ആകും, എങ്ങനെ വന്നും ചോദിക്കും. അപ്പം നിങ്ങൾക്ക് പറയാം, അയ്യോ എൻ്റെ പ്രാർത്ഥനയായിരുന്നല്ലോ എന്ന് പറയും. Prayer will change. The second thing to do as a church to influence is, you must be a church that is visible. ദൃശ്യമായ ഒരു സഭയായിരിക്കണം എന്ന് പറയുമ്പോൾ, the members of the church are the advertisement of the church. ഒരു സഭയുടെ പരസ്യം എന്ന് പറയുന്നത്, നമുക്ക് വെബ്സൈറ്റ് കാണും, പക്ഷേ നമുക്ക് പോസ്റ്റേഴ്സ് കാണും, ഫ്ലയേഴ്സ് കാണും, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ എയർ മീറ്റിംഗ് കാണും, ഇതെല്ലാം കാണും, നല്ലത് തന്നെയാണ്. പക്ഷേ the best flyer is each one of you. The best broadcasting person is each one of you. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ അയൽവാസി, നിങ്ങളോട് ജോലി ചെയ്യുന്ന വ്യക്തി ചോദിക്കണം, എവിടാ ബ്രദർ, എവിടാ സിസ്റ്റർ ആരാധനയ്ക്ക് പോകുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകാൻ ചോദിക്കണം. Hallelujah. Visible church. How many Christians are bold in this church today? You know, many times നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ, ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വിശ്വാസി എന്ന് പറയാൻ വലിയൊരു ചൂളിച്ചുണ്ട് അല്ലേ. നമ്മുടെ കയ്യിൽ ആഭരണങ്ങളും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പെന്തിക്കോസായല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല. But we must be bold wherever we are. We must be visible. പത്രോസും യോഹന്നാനും പോയ സമയത്ത് they were representing the entire New Testament Christianity. പുതിയ നിയമസഭയുടെ പ്രതിനിധികളായിട്ടാണ് പത്രോസും യോഹന്നാനും പോയത്. ആര് കണ്ടു? അവിടെ ഇരിക്കുന്ന ആ മുടന്തനായ മനുഷ്യൻ അവരെ കണ്ടു. നമ്മളെ ആരൊക്കെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കണം. ഇൻഫ്ലുവൻസ് നമ്മൾ കൊടുക്കണമെങ്കിൽ, സ്വാധീനം കൊടുക്കണമെങ്കിൽ, നമ്മളൊരു മുറിക്കകത്ത് ഒളിഞ്ഞിരുന്നാൽ ഒക്കത്തില്ല, ഒരു കേവ് മാൻ ആയിരുന്നാൽ ഒക്കത്തില്ല. വി മസ്റ്റ് ബി വിസിബിൾ. നമ്മളെ തന്നെ ദൃശ്യമായൊരു സഭ എന്ന് പറയുമ്പോൾ 4 പേര് കാണുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ബിൽഡിങ്ങും ഉണ്ടല്ലോ. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ അറിയാം, ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമാണ്. അവിടെ കാർ പാർക്ക് ഇത്ര ഉണ്ടായിരിക്കും, ഒരാൾക്ക് ഇത്ര കാർ പാർക്ക് വരെ ഉണ്ടായിരിക്കണം. വിസിബിൾ ചർച്ചാണ് അവർ. അത് ഫിസിക്കലി ദ ബിൽഡിംഗ് ഈസ് സോ വിസിബിൾ ഫോർ ദ കമ്മ്യൂണിറ്റി ടു കം. അപ്പോൾ പൊതു ആൾക്കാർക്ക് ഈ ചർച്ചിൽ പോകാൻ കൊള്ളാമല്ലോ, പാർക്കിംഗ് ഉണ്ടല്ലോ, നല്ല ബിൽഡിംഗ് ആണല്ലോ, AC ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയ ആൾക്കാർ അവിടെ പലയിടത്തും വരുന്നു. പക്ഷെങ്കിൽ വി ഹാവ് ലിമിറ്റേഷൻസ്.
ബട്ട് ക്യാൻ യു അറ്റ്ലീസ്റ്റ് സ്വാധീനിക്കാൻ കഴിയുമോ? കർത്താവെ, എൻ്റെ ജീവിതക്രമം മുഖേന, എൻ്റെ നടപ്പ് മുഖേന, എൻ്റെ ആലയത്തിലേക്കുള്ള പോക്ക് മുഖേന, എൻ്റെ സംസാരം മുഖേന ഒരു വ്യക്തിയെങ്കിലും എന്നോട് ചോദിക്കണം, ബ്രദറെ, സിസ്റ്ററെ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ആ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ദ റീസൺ ഫോർ ദ ഹോപ്പ് ഈസ് ദാറ്റ് ക്രൈസ്റ്റ് ജീസസ് ഈസ് മൈ ലോർഡ്. യേശുവാണ് എൻ്റെ നായകനെന്ന് ധൈര്യമായിട്ട് പറയത്തക്കവണ്ണം വി മസ്റ്റ് ബി എ വിസിബിൾ പേഴ്സൺ. അപ്പോൾ ആ ദൃശ്യമായ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുവാൻ, പ്രകടമായ വിശ്വാസം അത് വെളിയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിരിക്കണം. Bless the Lord. Let me move quickly to the third thing you must do to influence a community or influence a person. നമ്മൾ ദർശിക്കുന്ന സഭയായിരിക്കണം. We must be a church that look and look. പത്രോസും യോഹന്നാനും ആ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് എന്താണ് ചെയ്തത്? അവർക്ക് വേണമെങ്കിൽ ആലയത്തെ മാത്രം നോക്കി പോകാമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകട്ടോ, ആരും ഞങ്ങളോട് മിണ്ടരുത്. ചിലർ പറയും, ഉപവസിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ, മുഖമൊക്കെ വീർപ്പിച്ച് ഞാനിന്ന് ഉപവാസമാകട്ടോ, മിണ്ടിപ്പോയേക്കരുത് എന്ന് പറയാറുണ്ട്. ഞാൻ ഉപവസിക്കാൻ അറിയത്തില്ലേ എന്ന് പറയുന്നവരുണ്ട്. ഇതിലൊന്നും കഥയില്ല ദൈവവാസമാണ്. ഇതിന് ഉള്ളിനകത്ത് ക്ലിയർ ആയിരിക്കണം. എൻ്റെ വൈഫ് വെള്ളയിട്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ പറയുണ്ടായി, സിസ്റ്റർ വെള്ളയിടുമ്പോൾ നല്ലതാണ്, കളറിടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ പോയാലും പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ വെള്ള ഇടുന്നത് നല്ലതാണ്. പക്ഷെ ആ ഞാനിന്ന് വെള്ളയല്ല കേട്ടോ, ക്ഷമിക്കണേ. ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം, ചില വർഷം 2003 ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ ചെന്ന സമയത്ത് പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ആ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ ചെന്നതാണ്. എൻ്റെ കർത്താവേ, അതിന് ശേഷം അബദ്ധം ഞാൻ കാണിച്ചിട്ടില്ല. ഞാനൊരു മുറിക്കൈയും ഷർട്ടും, ചൂടല്ലേ, കളർ ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ ചെന്നു. പാസ്റ്റർമാരെല്ലാം വെള്ള ഷർട്ടും കറുത്ത പാനും, പാസ്റ്റർക്ക് അറിയാമല്ലോ, വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കും, ഒരു 10-40 പേരുണ്ട്. അപ്പം ഞാൻ തന്നെ എളിപ്യനായിട്ട് ഇങ്ങനെ തല കുനിച്ചിരുന്നു പോയി. ഇടവും വലവും ഇരിക്കുന്ന ആളിനോട് ചോദിച്ചു, ബ്രദറെ, ഞാൻ വെള്ള ഷർട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇംഗ്ലണ്ടിലായിട്ട് കുറച്ച് വർഷമായി, നാട്ടിലൊക്കെ വെള്ളയായിരുന്നു പറഞ്ഞു. അടുത്ത നാൾ ചെവിയിലോട്ട് വിസ്പർ ചെയ്യും, അച്ഛാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതല്ലേ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി ഇംഗ്ലണ്ടിലും കുഴപ്പമുണ്ടാകും. തിരിച്ചു വന്ന് മാർക്സ് ആൻഡ് സ്പെൻസറിലോട്ട് പോയിട്ട് 5 വെള്ള ഷർട്ട് അങ്ങ് മേടിച്ചു. ഇപ്പോഴും ചിലതൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നതിൻ്റെ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് മറന്നുപോയി വെള്ള ഷർട്ട് ഇടാനായിട്ട്. പക്ഷെ അകം വെള്ളയാകട്ടോ, ഒരു കുഴപ്പമില്ല. ദർശിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ നമ്മളെ വിസിബിളായിട്ട് മാത്രമല്ല, വി മസ്റ്റ് ബി ഫോക്കസിങ് ഓൺ പീപ്പിൾ. പത്രോസിനും യോഹന്നാനും പ്രാർത്ഥന ലക്ഷ്യമാക്കി പോയെങ്കിൽ തന്നെയും അവരുടെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളായിരുന്നു. യേശു നോക്കുന്ന ആർദ്രതയോടെ, മനസ്സലിവോടെ ആ മുടന്തനായ മനുഷ്യൻ ഭിക്ഷ ചോദിക്കുക, അവനോട് ഇങ്ങനെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കണം, യജമാനന്മാരെ, ഞങ്ങൾക്ക് വല്ലതും ലഭിക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. God wants a Manchester Pentecostal church to be a church that looks beyond the walls of this building. ഈ ഭിത്തിക്ക് വെളിയിൽ നോക്കുന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. UK ഒരു ചർച്ച ഉണ്ട്, ആരാന്ന് ചോദിക്കരുത്. അവർ മലയാളം മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ താങ്ക് ഗോഡ് ഫോർ ദ ഇംഗ്ലീഷ് സർവീസ്. ആ മലയാളം ട്രാക്റ്റുകൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവർ പരസ്യോഗത്തിന് പോകുമ്പോൾ ചോദിക്കും, മലയാളിയാണോ എന്ന് ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. എന്ത് ചെയ്യാമെന്ന് പറയേ. I was so delighted to come to this church today. The worship in the morning was so beautiful. The second worship was even greater. And the young people, how they are attentively and demonstrating the worship of the Lord in the spirit and in truth. It's wonderful. Praise God. പക്ഷേ അവരുടെ തലമുറ, അവരുടെ ആൾക്കാരെ മാത്രം നോക്കുന്ന ഒരു സഭയായിട്ട് നമ്മൾ തീരരുത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത തലമുറ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. അവർ മംഗ്ലീഷും സംസാരിക്കത്തില്ല, അവർ മലയാളവും സംസാരിക്കത്തില്ല, അവർ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 മക്കളും നമ്മുടെ ചർച്ചിൽ, ഞങ്ങളുടെ മൾട്ടി കൾച്ചറൽ ചർച്ചാണ്. മലയാളികളുണ്ട്, തമിഴരുണ്ട്, റൊമേനിയനിലോ പാകിസ്ഥാനികളുണ്ട്, പഞ്ചാബികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന സഭയാണ്. ഒരു യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ചർച്ച നമ്മുടെ ചർച്ച. അപ്പം ഞങ്ങളുടെ പിള്ളേർ നോക്കിയപ്പോഴേ ഇംഗ്ലീഷ് വർഷിപ്പിന് അല്പം മങ്ങൽ പറ്റി അവിടെ.
അവർ 3 പേരും 3 സഭകളിൽ വർഷിപ്പ് ലീഡേഴ്സാണ്, ഇംഗ്ലീഷ് സഭകളിൽ. അവർ പറയും, ഡാഡി യു ആർ ടു ഏഷ്യൻ, കൂടുതൽ അങ്ങ് ഇന്ത്യൻ ആയിപ്പോയി. കാരണം ദേ ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, സോ ദേ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. Now we are praying that they will come back and they will take the service. And I want these children, these youngsters to be the next leaders of this church. Don't drive them away, don't run them away. ഇതിനകത്ത് നിന്ന് അവൻ ആരാധന ലീഡ് ചെയ്യണം. നല്ല ലീഡർഷിപ്പ് നിങ്ങൾക്കുണ്ട്, നല്ല മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ പരിചരണത്തിൽ എന്തായിരിക്കണം? അവരിവിടെ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം. അതുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. സോ ദർശിക്കുന്ന സഭയാകുമ്പോൾ our eyes must be looking for people who have never been in touch with Jesus, who have never connected with Jesus, and connect them with Jesus. നമ്മുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയുടെ എന്താണെന്ന് പറഞ്ഞ കർത്താവ്, നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിനുള്ള ഒരു കാര്യം എന്ന് അറിയാമോ? അത് ദാഹിപ്പിക്കും, അല്ലേ? നമ്മളെ കാണുന്നവർ ദാഹിക്കണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ നിങ്ങൾ പോയി ഒരു സമൂഹത്തിൽ ഇരിക്കുമ്പോൾ ജനത്തിനെല്ലാം ദാഹമുണ്ടാകണം. ഈ സഹോദരി എവിടെ നിന്ന് വന്നു? അവരോടും സംസാരിക്കണം. ഈ സഹോദരൻ എവിടെ നിന്ന് വന്നു? ഈ യങ് മാൻ, where does she come from? This young lady, where does she come from? You know, I want to talk to her. What is the secret of the beauty of the holiness in their life? എന്ന് അവർ ചോദിക്കുമ്പോൾ ആ ദാഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. Somebody asked me, you know, I always have a smiley face. I don't know whether you've seen my sad face at all. അത് ഫോട്ടോ എടുത്തിന് ഇടണം വല്ലപ്പോഴും. Somebody asked me, Pastor Joe, you always smiling. What is it? I said, you know, I don't want to deliberately smile, but he put a smile in my heart. You can ask my wife the kind of troubles and struggles, torments. ഞങ്ങൾ കടന്നു പോകുന്ന ചില കൊടുങ്കാറ്റുകൾ ഇപ്പോഴും എൻ്റെ വൈഫിന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. We can't share with anybody else. കൊടുങ്കാറ്റിൻ്റെ അങ്ങേയറ്റം. ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ജോക്കറിൻ പാസ്റ്ററെ, പിശാച് അങ്ങോട്ട് ആഞ്ഞ് തള്ളിയിട്ടും അങ്ങോട്ട് വീഴുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഇവനെ തള്ളിയിട്ട് വീഴുന്നില്ലല്ലോ എന്ന്. That's the kind of struggle we have been going through. ചില വർഷങ്ങൾക്ക് മുമ്പ് ഡാളസിൽ ഞാനൊരു ചർച്ചിലിരിക്കുമ്പോൾ ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. I began to share some of the painful experiences we went through, even closer to death in the family. അത്രയും പോയ ശേഷം ഈ മനുഷ്യനെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം കരഞ്ഞു. എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ജോ, ഇത്രയും വെച്ചുകൊണ്ടാണോ ശുശ്രൂഷിക്കുന്നതെന്ന് ചോദിച്ചു. And after all this torment, after all these storms in your lives, after all this satanic attack against you and your family, are you still serving God? And as it's all His grace, to God be the glory. നിങ്ങൾ ജോക്കറിയൻ പാസ്റ്ററേയും സിമോനി സിസ്റ്ററേയും കാണുമ്പോൾ സ്മൈലി ഫേസ് കാണും, പക്ഷേ ഇതിനകത്തുള്ള വേദനകൾ ആർക്കും അറിയത്തില്ല. But we still smile. We influence others. Because He put a smile on my face. Until He takes it away, I will keep smiling. I want to influence people for Jesus. നമ്മൾ ദർശിക്കുന്ന സഭയായിരിക്കണം. 3 more than I'm done. Fourthly, we must be a church of testimony. സാക്ഷ്യമുള്ള സഭയായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയുന്നതല്ല, അറിയാമല്ലോ. We should have a testimony. We should have a credibility in our church. വ്യക്തിപരമായ ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, സഭാ അന്തരീക്ഷത്തിൽ സഭയായിട്ട് ഒരു ടെസ്റ്റിമണി ഇല്ലാത്ത ഒരു സഭയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് പോസിറ്റീവ് ആകാൻ ഒക്കത്തില്ല. ഒരു മുന്നേറ്റത്തിൻ്റെ സ്വാധീനം ചെയ്യാൻ കഴിയണമെങ്കിൽ we all should be transparent in our lives. നമ്മൾ മനസാക്ഷിയുള്ളവരായിരിക്കണം. ഇന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മനസാക്ഷി ഇല്ലാതെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസാക്ഷി ഇല്ലാതെ ശുശ്രൂഷിക്കുന്ന വിശ്വാസികളുമുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, യങ്സ്റ്റേഴ്സുണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, വലിയ അപ്പോസ്റ്റൽസ് എന്ന് പേരെടുത്തവരുണ്ട്, മിറക്കിൾസ് പ്രവർത്തിക്കുന്നു. പക്ഷെ മനസാക്ഷിയില്ല. മാഞ്ചസ്റ്റർ ദൈവസഭയെ നിങ്ങൾക്ക് ആ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം എപ്പോഴും. ഉണ്ടെങ്കിൽ അറിയാതെ നിങ്ങൾ ചിലരെ ആകർഷിക്കുക ചെയ്യുന്നത്, അറിയാതെ നിങ്ങൾ ചിലർ തൊടുക ചെയ്യുന്നത്.
നമ്മളെ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്ന ചിലരെ തൊടാൻ വേണ്ടിയാണ്. നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ആരാധനയ്ക്ക് പോയെന്നുള്ളതോ, എത്ര പ്രാവശ്യം ഉപവസിച്ചു എന്നുള്ളതല്ലോ, എത്ര പ്രാവശ്യം ദശാംശം സ്തോത്രാഴ്ചയും കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെങ്കിൽ എത്ര പേരെ കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നു, എത്ര പേരെ കൂടെ നിത്യതയിൽ നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും. Not necessarily that they will come to our church and worship here, but you can have a multiple service. ഈ ബിൽഡിംഗ് തന്നെ നിങ്ങളുടെ പുതിയ ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു ഹിന്ദി സർവീസ് ഉണ്ടായിരിക്കട്ടെ, അതിനകത്തൊരു തമിഴ് സർവീസ് ഉണ്ടായിരിക്കട്ടെ. ആമേ, നിങ്ങൾ ചിരിച്ചു വിടരുത് കേട്ടോ. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി തന്നെയും വരാൻ പോകുന്നത്. മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ മാറിയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു ചിലരുണ്ടാകും. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അറിയാം ഇല്ലേ, അവിടുത്തെ ഇൻഫ്ലുവൻസിങ് ഫോഴ്സ് ആരാണ്? മലയാളീസാണ്. അതുപോലെ UK-യിലും യൂറോപ്പിലും മലയാളീസാർക്ക് നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണം, ഒരു സ്വാധീനം ഉണ്ടാകണം, നമ്മൾ മുഖേന ഒരു ഉണർവുണ്ടാകണം. കഴിഞ്ഞ 2 വർഷത്തെ യോഗം കൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. യൂറോപ്പിൽ ഒരു ഉണർവുണ്ടാകുവാൻ നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കും. അതിൻ്റെ ഒരു അലയടി അവിടെ കണ്ടത് നമ്മൾ, അതിൻ്റെ ഒരു മുന്നേറ്റം നമ്മൾ കാണും. ഹല്ലേലൂയ. We will be able to see that because our generations will be able to see the hand of God in their lives because you have demonstrated transparency in your lives. കോപ്പി അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇപ്പം SSLC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എൻ്റെ ഇടവും ബലം ഇരുന്നവന് അവൻ്റെ കയ്യിലെല്ലാം യോന നോക്കി ഇരിപ്പുണ്ട്. ചിലത് ഈ വായിക്കകത്തൊക്കെ വെച്ചോണ്ടാണ് വരുന്നത് ചൂരുട്ടി. He take the copy of the answers of the questions. Young people, they don't know what you're talking about. എന്നിട്ട് സാർ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്തിങ്ങനെ പോയി. അപ്പം ഞാൻ നോക്കി ഇവിടെ നല്ല പരിപാടിയാണല്ലോ ഇത്. ഞങ്ങളുടെ അമ്മയും അപ്പനും ഇതെന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇവരെവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ അവരെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവർ സാറിനെ നോക്കിയിരിക്കുകയാണ് അടുത്ത ചോദ്യം വരെ. I was writing my questions. I was answering all the questions. ഞാൻ വീട്ടിൽ ചെന്നു. അമ്മേ, എൻ്റെ ഇടത്തിരുന്ന ആളും വളത്തിരുന്ന ആളും കോപ്പി അടിച്ചു. ഞാൻ എന്ത് ചെയ്യണം? മോൻ പറഞ്ഞാണോ? അമ്മ പറഞ്ഞേക്കണം, മോനെ നിൻ്റെ അപ്പനൊരു ദൈവദാസനാണ്, നിൻ്റെ അപ്പനെ തല കുനിക്കുന്ന ഒരു കാര്യം നീ ചെയ്യരുത്, അപ്പൻ്റെ പുസ്തകം താത്തു വയ്ക്കുന്ന ഒരു കാര്യം നീ ചെയ്യരുതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുപ്പി അടിച്ചിട്ടില്ല കേട്ടോ. അന്ന് മുതൽ ഒന്നുകൂടെ ദൃഢപ്രതിജ്ഞ ചെയ്തു, കർത്താവേ, വെദർ ഐ ഫെയിൽ ഓർ പാസ്, ഐ വിൽ നെവർ ഡു ദ ചീറ്റിംഗ് ഇൻ ദി എക്സാമിനേഷൻ. സാക്ഷ്യമുള്ളൊരു സഭയായിരിക്കണം. ഈ സഭയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും പിശാച് കൈ ചൂണ്ടി പറയരുത്. അവർ പോകുന്ന സഭയാണോ, അവിടെ എങ്ങനെ നമ്മൾ പോകും എന്ന് പറയാനിടയാകരുത്. രക്തത്താൽ കഴുകപ്പെട്ടവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി, സാക്ഷ്യമുള്ളവരായി ജീവിക്കുമ്പോൾ വലിയ വാക്കുകളൊന്നും അവന് പറയേണ്ട ആവശ്യമില്ല, വലിയ സുവിശേഷ പ്രസംഗം പറയേണ്ട ആവശ്യമില്ല. സാക്ഷ്യമുള്ളിടത്ത് സാക്ഷ്യമുള്ളവർ കൊണ്ടുവരും. ഹല്ലേലൂയ. ഗ്രേസ് ടെസ്റ്റിമണി ഒക്കെ പറഞ്ഞപ്പോൾ ഓർത്തു, എവറി ടെസ്റ്റ് ഈസ് എ ടെസ്റ്റിമണി. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് പരീക്ഷയും ഏത് പോരാട്ടവും അതൊരു സാക്ഷ്യത്തിൻ്റെ ഒരു ബലമാണ്. ചിന്തിച്ച് നോക്കിയല്ലേ, നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് ചിന്തിച്ച് നോക്കിയാൽ ചില പോരാട്ടങ്ങളുണ്ടായിരുന്നു, ചില പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അതിനെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചു. ബിക്കോസ് യു കെപ്റ്റ് ദ ടെസ്റ്റിമണി. ദാനിയേലിനെ ഓർക്കുക, ബാബിലോണിലായിരുന്നിട്ടും രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. യോസേപ്പിനെ ഓർക്കുക, എസ്തേറിനെ ഓർക്കുക. അങ്ങനെ നല്ല, there are so many biblical characters, they kept themselves pure, and because of that they are able to attract others into God's kingdom and into Jesus himself. The last two things I want to mention to be an influencing church is, you must be a church that take authority in the name of Jesus. ഈ ഭിക്ഷക്കാരൻ ചോദിച്ചു എല്ലാം വേണമെന്ന്. അപ്പം പത്രോസും യോഹന്നാനും ഉറ്റു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ നോക്കൂ എന്ന് പറയുവാനുള്ള ഗട്ട്സ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടോ എന്ന് പലർക്കും? എന്നെ നോക്കല്ലേ, പാഷയെ നോക്കിക്കോളാൻ പറയുമല്ലേ, അല്ല ഞങ്ങളുടെ അമ്മയെ ഒന്ന് നോക്കിക്കോ, എന്നെ നോക്കരുത് കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് എന്നേക്കാൾ നല്ലത് കേട്ടോ, എൻ്റെ വൈഫാണ് എന്നേക്കാൾ നല്ലത് എന്ന് പറയാനിടയാകരുത്. എവ്രിബഡി ഇൻഡിവിജ്വലി must be able to say, I have the right, I have a testimony, I have the authority. അധികാരം വരണമെങ്കിൽ ആത്മനിറവുണ്ടായിരിക്കണം. ആമേൻ. ആത്മനിറവില്ലാത്ത വ്യക്തിക്ക് അധികാരമില്ല. I could tell you a story, but my time is nearly up.
ആ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു ഭൂതം ഇറക്കാനായിട്ട് എന്നെ ഒരാൾ അയച്ചു. ഇതിവിടെ പറഞ്ഞു നിർത്തിയേക്കാം. ബൈബിൾ സ്കൂളിലൊന്നും ഭൂതം ഇറക്കാൻ പഠിപ്പിക്കത്തില്ല. അവിടെ വേദപുസ്തകം മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ഞാൻ ലണ്ടനിൽ, ഞങ്ങൾ ചർച്ചിനടുത്ത് ഒരു പാകിസ്ഥാനി കുടുംബത്തിൽ ഒരു യങ് മാന് ഭൂതബാധ ഉണ്ടായി. അപ്പോൾ അവിടെയുള്ള അസംബ്ലീസ് കൊണ്ട് വെള്ളക്കാരൻ പാസ്റ്റർ പറഞ്ഞു, യോ ക്യാൻ യു ഗോ ആൻഡ് പ്രേ ഫോർ ദാറ്റ് പേഴ്സൺ. എന്തോ സംഭവം നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. അവിടെ ചെന്നപ്പോഴല്ലേ ഈ പെട്ടുപോയെന്ന് പറഞ്ഞു. നമ്മളിത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഭൂതം അലറി പോകുന്ന ഞാൻ ഭൂതത്തെ ഇറക്കിയിട്ടില്ല. അവിടെ ചെന്ന് ഞാനവിടെ കെട്ടി വിൽസൺ പറഞ്ഞ് അയാൾ തന്നെ താമസിക്കുകയാണ്. യങ് മാൻ, ഒരു 35-40 വയസ്സാണ്. ഞാൻ എൻ്റെ കൂടെ ബ്രദറിനെ കൊണ്ടുപോയി നമ്മുടെ ചർച്ചയിൽ നിന്ന്. ബ്രദർ യു കം വിത്ത് മീ ബിക്കോസ് ഐ എം ഗോയിങ്. ഈവനിങ്ങിലുമാണ്, രാത്രിയിലുമാണ്, തന്നെ പോകണ്ടല്ലെന്ന് വിചാരിച്ചു. ഒരു ബോഡി ഗാർഡ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കയറി ഇയാൾ കതക് തുറന്നു വന്നാൽ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെ സ്വീകരിച്ച് ചായ വേണോ, ചായ വേണ്ട, കാപ്പി വേണോ, കാപ്പി വേണ്ട, ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന ശേഷം ഞാൻ പറഞ്ഞു, ബ്രദർ അവിടെ ഇരുന്നാട്ടെ. വിൽസൺ ക്യാൻ യു സിറ്റ് ഡൗൺ, വി ഗോയിങ് ടു റീഡ് ഫ്രം ദ ബൈബിൾ. ബൈബിൾ എന്ന് പറയുകയും ഇവിടെ ഇരുന്ന മനുഷ്യനുണ്ടല്ലോ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം പുറകോട്ട്. അവൻ കിച്ചണിലാണ് പോയി ഒളിഞ്ഞിരിക്കുക. ഐ ഡിഡ്ന്റ് ഈവൻ ഡു എനിത്തിങ്. ഐ ഡോണ്ട് നോ ദ പ്രോബ്ലം. എന്താ പ്രോബ്ലം എന്നറിയത്തില്ല. അവൻ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വന്നു. ചായ വേണോ? ഞാൻ ചായ വേണ്ട. വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു സിറ്റ് ഡൗൺ ദേ. അവൻ ഇരിക്കത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി സംഗതി പരുവക്കേടാണ്. നമ്മൾ വന്നും പോയി, ഇറങ്ങാനും ഒക്കത്തില്ല. അപ്പം ഇവനങ്ങോട്ടൊരു കറുത്ത ഷാൾ എടുത്ത് ദേഹത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ശമ്പളപ്പോട്ടിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് he lifted his head like that. ഒയ്യോ, അന്നേരത്തെ ആ കാഴ്ച, അവൻ മനുഷ്യൻ്റെ കണ്ണ് ഇത്രയും വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. He is a lean young man, but when he put the shawl around him, the black shawl around him, പിള്ളേരൊക്കെ പേടിക്കുമെന്ന് വിചാരിക്കുന്നല്ലേ. കുഴപ്പമില്ല. ഇവനങ്ങോട്ട് കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യു ആർ സ്കേർഡ് ആൻഡ് യു, നിനക്ക് പേടിയല്ലേ എന്നോട് ചോദിക്കുക. അവന് ഉള്ളിൽ ശങ്കിടിക്കുക, ഭയങ്കര പേടിയാണ്. ഹൃദയം അന്നെൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കിയിരുന്നെങ്കിൽ വളരെ ഹൈ ആയിരുന്നേന്. പക്ഷേ വാട്ട് ഡു ഐ ഡു? ഇത്രയും ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന ബ്രദർ ഓടി കഥകിനടുത്തോട്ട്, പാസ്റ്റർ ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. എടാ, ഇവനെ കൂട്ടിന് കൊണ്ടുവന്നവനാ. എനിക്ക് വല്ല ഉപദ്രവം ഉണ്ടായാൽ എന്നെ പിടിച്ചു മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നവനാ. ഇവൻ ഓടുന്നു. അവൻ കഥകിനടുത്ത് പോയി. ഞാൻ ബ്രദറെ അവിടെ നിൽക്ക്, നമുക്ക് പോകാൻ വരട്ടെ. അപ്പോൾ ഈ പിശാച് ബാധിച്ചവൻ എന്നോട് പേടിയാണ് ചോദിച്ചു. ഞാനും പേടിച്ച് നിൽക്കുകയാണ് അകത്ത്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകം എടുത്ത് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു. ഐ ആം നോട്ട് സ്കേർഡ് ഇൻ ജീസസ് നെയിം. ഇത് പറയുകയും ഇവൻ ഒറ്റ ഓട്ടം പിന്നെയും കിച്ചണിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നടക്കുക, അങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഞാൻ യേശുവിൻ്റെ നാമത്തെ അവിടെ നിൽക്കാൻ പറഞ്ഞു. നിൽക്കുകയല്ല, ഓടുക, അങ്ങോട്ട് ഇങ്ങോട്ട് പോവുക. ഇത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് മറ്റേ ബദർ കഥകിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക, തുറന്ന് പോകാനായിട്ട്. ഞാൻ പറഞ്ഞു പോകരുത്. ഇതാണ് ഏറ്റവും ബലം. ഒരു 3 പീസ് സോഫ അവിടെ ഉണ്ടായിരുന്നു. ആ സോഫ അങ്ങോട്ട് അവൻ്റെ ഒറ്റ കയ്യിൽ 2 കൈയിലുകൊണ്ട് എടുത്തു. സോഫ 2 കൈകൊണ്ട് ആർക്കെങ്കിലും എടുക്കാമോ? പിശാചിൻ്റെ ശക്തി അന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. 3 പീസുള്ള വലിയ സാധനം അവൻ തന്നെ പൊക്കിയെടുത്തിട്ട് എൻ്റെ തലയിലിട്ടിടാനായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അന്നേരം നമുക്ക് ഒരു ശക്തി വന്നു. In the name of Jesus, put that sofa down. യേശുവിൻ്റെ നാമത്തിൽ ആ സോഫ താഴെ ഇടാൻ പറഞ്ഞു. അവൻ എടുത്തിട്ട് ഒരു ഓട്ടമോടി അവനെ കണ്ടിട്ടില്ല. പിന്നെ അന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി മനസ്സിലാക്കി. ബൈബിൾ സ്കൂളിൽ പഠിക്കാത്ത കാര്യം, മറ്റാരും പഠിപ്പിക്കാത്ത കാര്യം എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചു. കർത്താവിന് സ്തോത്രം. ഈ പുസ്തകം എടുത്ത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് എഴുതിയ വചനത്തിനകത്ത് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. മുടന്തനായ മനുഷ്യന് അവൻ കിടന്നുകൊണ്ട് യാചിച്ചു. പക്ഷെങ്കിൽ പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ നടന്നു. വാട്ട് ആൻ ഇൻഫ്ലുവൻസ്! എന്തൊരു സ്വാധീനമായിരുന്നതല്ലേ! നമുക്കുള്ള ശക്തി നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. മാഞ്ചസ്റ്റർ പെന്റക്കോസ്റ്റൽ ചർച്ചിനോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ പിശാചിനറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകരുത്,
അധികാരത്തോടെ നിങ്ങൾ വചനങ്ങൾ ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം വിട്ടുപോകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ഈ ശക്തി വിട്ടുപോകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കടഭാരം മാറുവാൻ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭാരങ്ങൾ മാറുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അധികാരമുണ്ട്. ആ അധികാരത്തോടെ ഉപയോഗിച്ചുകൊള്ളുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. And I believe there is great future for this church. And I am dreaming for a bigger building and a larger crowd for this church, because നിങ്ങളുടെ ഇതിനകത്ത് ഒതുക്കി വെക്കാനുള്ളതല്ല, ഇതിനപ്പുറമായിട്ടൊരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയത്ത് നിന്ന് കർത്താവിൻ്റെ ദാസനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. വല്ലപ്പോഴും ഇതിൽ പോകുമ്പോൾ ഞാൻ കയറി വരും, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ ദ ടൈം.